ഹലോ മാജിക് സയൻസ് ഓഫ് മാനിഫെസ്റ്റേഷൻ. എന്താണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ? മാനിഫെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു വിചാരിച്ച കാര്യം മാനിഫെസ്റ്റ് ചെയ്യുക, അത് നടപ്പിലാവുക അല്ലേ? അതിനെന്തൊക്കെയാണ് നമുക്ക് ഉപയോഗിക്കാം? അത് യൂസിങ് ഡിവൈൻ ലോ, പ്രകൃതിയിലെ തനതായ സമ്പ്രദായങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മാനിഫെസ്റ്റേഷനിലേക്ക് എത്താം. നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നമുക്ക് എത്തിക്കാം. അതിലൊന്നാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ക്രിയാശക്തി. പിന്നൊന്ന് വേണ്ടത് ബൈ ഓവർകമ്മിങ് ഒബ്സ്റ്റാക്കിൾസ്, നമ്മുടെ ജീവിതത്തിലുള്ള തടസ്സങ്ങളെ എങ്ങനെ നമുക്ക് എടുത്ത് കളയാം എന്നുള്ളതാണ്. പല രീതികളിൽ നമ്മൾക്ക് തടസ്സങ്ങൾ വന്നു കിടക്കുന്നുണ്ട്. നമ്മുടെ ഈ ഊർജ്ജ ശരീരം, നമ്മുടെ ഈ ഫിസിക്കൽ ബോഡിക്ക് ചുറ്റും നിൽക്കുന്ന എനർജി ബോഡി, ആ എനർജി ഫസ്റ്റ് എനർജി ലെയർ കഴിഞ്ഞാൽ വേറെ ഒരു ആസ്ട്രൽ ബോഡി ഉണ്ട്, അത് കഴിഞ്ഞാൽ ഒരു മെൻ്റൽ ബോഡി ഉണ്ട്, അത് കഴിഞ്ഞാൽ ഒരു സ്പിരിച്വൽ ബോഡിയൊക്കെ ഉണ്ട് നമുക്ക്. അപ്പോൾ വ്യത്യസ്തമായ ഊർജ മണ്ഡലങ്ങളുണ്ട് നമുക്ക്, ചക്രകളുണ്ട്, അതുപോലെ തന്നെ എനർജി ഇൻഫർമേഷൻ ഫീൽഡുകളുണ്ട്. അതൊക്കെ വിശദമായിട്ട് നമുക്ക് പിന്നീട് പഠിക്കാവുന്നതാണ്. കോഴ്സുകളിൽ നിന്ന് അതൊക്കെ പഠിക്കാൻ പറ്റില്ല, ചിട്ടയായിട്ട് അത് പഠിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മുടെ ഊർജമണ്ഡലങ്ങളിൽ, അതുപോലെ തന്നെ എനർജി ഇൻഫർമേഷൻ ഫീൽഡുകളിൽ ചീത്ത ഊർജത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാക്കുക. ഇപ്പോൾ ആരെങ്കിലുമൊക്കെ നമുക്കെതിരെ ചിന്തിക്കുക, നെഗറ്റീവായിട്ട് ചിന്തിക്കുക, നമുക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് തന്നെ ചിന്തിക്കുക, നമ്മുടെ കാര്യങ്ങളൊക്കെ തടസ്സമാകട്ടെ എന്ന പെസിമിസ്റ്റിക് തോട്ട്സ്, മറ്റുള്ളവനെ ദ്രോഹിക്കുന്ന തരത്തിലുള്ള ചിന്ത, അല്ലെങ്കിൽ അസൂയാപൂർവം ചിന്തിക്കുക, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങളെ ഉണ്ടാക്കുന്നതാണ്. ഈ ചിന്തകൾക്ക് ശക്തിയുള്ളത് കൊണ്ട്, നമ്മുടെ ചിന്തകൾക്കും അതുപോലെ തന്നെയല്ലേ മറ്റുള്ളവരുടെ ചിന്തകൾക്കും, നമുക്ക് നല്ലതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുമ്പോൾ വേറെ ഒരു തലത്തിൽ നമ്മെക്കുറിച്ച് വളരെ അസൂയാപൂർവം ആലോചിക്കുമ്പോൾ ആ ഊർജവും നമ്മിലേക്ക് സ്വാധീനിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഈ ഊർജം നമ്മിലേക്ക് സ്വാധീനിക്കപ്പെടുമ്പോൾ നമ്മുടെ ചക്രകളിലേക്കാണ് അത് വന്ന് പതിക്കുക. അപ്പോൾ ആദ്യം അത് ഊർജ മണ്ഡലങ്ങളിൽ, അതായത് എനർജി ബോഡിയിൽ വന്നത് സ്റ്റോറാവും. നമ്മുടെ ഫിസിക്കൽ എനർജി ബോഡി, മെൻ്റൽ എനർജി ബോഡി, ഇമോഷണൽ എനർജി ബോഡി ആൻഡ് സ്പിരിച്വൽ എനർജി ബോഡി, ഇതിലൊക്കെ വന്ന് ലോഡ്ജ്ഡ് ആവും. അതായത് ഒരാൾ നമ്മളെക്കുറിച്ച് തന്നെ എക്സസീവായിട്ട് നെഗറ്റീവായിട്ട്, അല്ലെങ്കിൽ നമ്മളോടുള്ള അസൂയ കൊണ്ട്, അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ പുരോഗതി, നമ്മുടെ പുരോഗതി കണ്ട് അവരുടെ ബിസിനസ് ലെവലിലൊക്കെ പ്രൊഫഷണൽ ജെലസി, ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ അവർ അറിയില്ല, ഇതൊരു സൈക്കിക് അറ്റാക്കായിട്ട് നമുക്ക് അനുഭവിക്കേണ്ടി വരുമെന്ന്, നമുക്കിത് തടസ്സമാവുന്നത് അയക്കുന്ന ആളുകൾക്ക് അറിയില്ല. അതിനു വേണ്ടി ഇരിക്കുന്ന തലമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ എന്നും ഇടപഴകുന്ന ആളുകളിൽ നിന്ന് തന്നെ ഈ സൈക്കിക് കണ്ടാമിനേഷൻ നമ്മുടെ ഓറയിൽ വന്ന് കിടക്കും, അതുപോലെ തന്നെ നമ്മുടെ ചക്രകളിൽ വന്ന് പതിക്കും. അപ്പം അതിൻ്റെയൊക്കെ പ്രവർത്തന മികവ് കുറയുകയും, നമുക്ക് മുമ്പുണ്ടായിരുന്ന പോലെ കാര്യങ്ങൾ ചെയ്യാണ്ട് വരികയും, അല്ലെങ്കിൽ അതിങ്ങനെ കാലങ്ങളായി നമുക്ക് ചെറുപ്പം തൊട്ടേ നമ്മൾ കേട്ട് വളർന്ന അത് വേണ്ട, ഇത് വേണ്ട, അത് ചെയ്യാൻ പാടില്ല, അത് ശരിയല്ല, ഇത് ശരിയല്ല, വാട്ട് ആർ യു ഡൂയിങ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നാം ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ചെറുപ്പത്തിലെ ഇതൊക്കെ കേട്ട് അനുഭവിക്കേണ്ടി വരും. ഇപ്പോൾ ഈ ഊർജങ്ങൾ, നമുക്ക് എതിരെ ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഊർജങ്ങൾ, നമ്മുടെ പേരൻസോ ബന്ധുക്കളോ നമുക്കത് ദോഷം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടല്ല അവർ അൺഇൻറ്റൻഷനലി, അതറിയാതെ ആണെങ്കിൽ പോലും അത് പുറപ്പെടുവിപ്പിച്ച ഊർജത്തെ തടയാൻ പിന്നെ പറ്റില്ലല്ലോ. നമ്മൾ പറയില്ലേ, വാവിട്ട വാക്കും കൈവിട്ട ആയുധവും തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ, നമുക്കെതിരെ വിചാരിച്ച നെഗറ്റീവ് ചിന്തയെ തിരിച്ചെടുക്കാൻ അവർക്ക് അറിയില്ലല്ലോ ഒന്നാമത്. അല്ലെങ്കിൽ അവർക്ക് അത് അറിഞ്ഞാൽ തന്നെ അവരത് തിരിച്ചെടുക്കില്ലല്ലോ. തിരിച്ചെടുത്താൽ അത് അവരിലേക്ക് വരില്ലേ. പിന്നെ നമ്മൾക്കൊരു ഹീലേഴ്സൊക്കെ ആയിട്ടുള്ള ആളുകൾക്ക് ഈ ഊർജ്ജത്തെയൊക്കെ അവർക്ക് തിരിച്ചെടുക്കാനും, വേറൊരാൾ അയച്ച ഊർജ്ജത്തെ മറ്റുള്ളൊരാളുടെ ശരീരത്തിൽ വന്ന് പതിച്ച് കിടക്കുന്ന സൈക്കിക് കണ്ടാമിനേഷൻസിനെ എടുത്തു കളയാനായിട്ട് സാധിക്കും. അതാണ് ഹീലറുടെ പ്രാധാന്യം. ഇത് പലർക്കും അറിയില്ല. അത് ഫിസിക്കൽ ബോഡിയിൽ സംഭവിക്കുന്ന കാര്യമല്ല, പക്ഷെ ഫിസിക്കൽ ബോഡിയിലേക്ക് ഇത് സാവധാനം ക്രമേണ ബാധിക്കപ്പെടുമെന്നുള്ളതാണ്. പക്ഷെ ഇന്നത്തെ സയൻസിന് അത്
അത്രമാത്രം വെളിപ്പെടുത്താനായിട്ടില്ല. അറിയുന്ന ക്വാണ്ടം തിയറി, ക്വാണ്ടം ഫിസിക്സ് ഒക്കെ ഇതായിട്ടൊക്കെ ബന്ധപ്പെട്ട് തന്നെയാണ് നിൽക്കുന്നതെങ്കിലും ഇതൊരു പബ്ലിക്കിലേക്ക് വന്നിട്ടില്ല. അതായത് വളരെ ഈസോട്ടറിക് ഡിവൈൻ സയൻസായിട്ടും ഇത് യോഗി തലങ്ങളിലും മാത്രം നിലനിൽക്കുന്ന ഒരു ശാസ്ത്രമായിട്ടും നിലനിൽക്കുകയാണ്. കാരണം ഇത് ഫിസിക്കൽ ബോഡിയിൽ അപ്പിയർ ആവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇന്നത്തെ മെഡിക്കൽ സയൻസ് ആയാലും മറ്റുള്ള ഇത് രീതികളായാലും ഒക്കെ ഫോളോ ചെയ്യുള്ളൂ. ഇവിടെ നമ്മുടെ ചിന്തയ്ക്ക് ശക്തി ഉണ്ടെന്ന് പറയുമ്പോൾ, മറ്റൊരാളുടെ ചിന്തയ്ക്ക് നമ്മളെ തകർക്കാനുള്ള ശക്തി ഉണ്ടെന്ന് പറയുമ്പോൾ അത് സത്യമല്ല എന്ന് വിചാരിക്കുന്നവർക്ക് അവർക്കത് മനസ്സിലാവാഞ്ഞിട്ടാണ്. അവർക്കത് മനസ്സിലാക്കി നമ്മുടെ കോഴ്സുകളൊക്കെ പഠിക്കുമ്പോൾ അത് മനസ്സിലാവും. നമുക്ക് ഫീൽ ചെയ്ത് തന്നെ മനസ്സിലാക്കാൻ പറ്റും, നേരിട്ട് തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ പുറകിൽ ശാസ്ത്രം പണ്ട് യോഗീവര്യന്മാർ, ആചാര്യന്മാരൊക്കെ തയ്യാറാക്കി വെച്ച ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനം തൊട്ട് പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് ആ ബോധം അത് ഫീൽ ചെയ്ത്, വെറുതെ പറയുന്നതെന്ന് ആരും അങ്ങോട്ട് വിശ്വസിക്കുന്നില്ല. നമ്മൾ ക്ലാസ്സിലെടുക്കുമ്പോൾ പറയണതൊക്കെ ആളുകൾ മണ്ടന്മാരല്ലല്ലോ ഒക്കെ വിശ്വസിക്കാനായിട്ട്. ഇപ്പോൾ ആ ബോധതലത്തിലേക്ക് അവരെ പ്രവേശിപ്പിച്ച് ആ തലങ്ങളിലേക്ക് അവരെ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോഴേ അവർക്കത് മനസ്സിലാവുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കാത്തത് കൊണ്ട് ചിലപ്പോൾ ഇതിനൊന്നും അക്സെപ്റ്റ് ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കില്ല. അവരോടൊന്നും തർക്കിക്കാനും പോകണ്ട. പക്ഷെ മറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം, നമ്മിൽ നിന്ന് പുറപ്പെടുന്ന ഒരു ഊർജം, അത് ഊർജത്തിന് ന്യൂട്രൽ ക്യാരക്ടറാണ് ഉള്ളത് എന്ന് നമുക്കറിയാം. അതിന് നെഗറ്റീവ് ആക്കുന്നത് നീ നന്നാവില്ല, അല്ലെങ്കിൽ നിനക്ക് അത് സംഭവിക്കട്ടെ, നിൻ്റെ കാര്യങ്ങൾ നടക്കാതെ പോട്ടെ എന്ന് നമ്മൾ പറയുമ്പോൾ ദർ ഇസ് എ സ്റ്റാർട്ടഡ് എൻ എനർജി, പവർഫുൾ. എത്ര ശക്തിയിലാണോ അത് വിചാരിച്ചത് അത് അതേപോലെ തന്നെ ശക്തിമത്തായിട്ടാണ് പോവുക. എനർജിയെക്കുറിച്ച് നമുക്കറിയാലേ, എനർജി അപാരമായ ശക്തിയുള്ളതാണ് എനർജി എന്നറിയാം. നമുക്ക് ആറ്റം ബോംബിനെ കുറിച്ചൊക്കെ നമ്മൾ തിന്മയായിട്ട് എനർജി ഉപയോഗിക്കുമ്പോൾ അത് എത്രമാത്രം പ്രശ്നമുണ്ട് എന്ന് നമുക്കറിയണ പോലെ തന്നെയാണ് എനർജി എത്രമാത്രം ശക്തിമത്തായിട്ട് നമ്മളൊരാളിലേക്ക് പ്രയോഗിക്കുന്നോ, നമ്മിൽ നിന്നും പുറപ്പെടുന്ന ഒരു ഊർജ്ജം അല്ലെങ്കിൽ മറ്റൊരാളിൽ നിന്നും വേറൊരാളിലേക്ക് പുറപ്പെടുന്ന ഊർജം വളരെ ശക്തമായതും കഠിനമായതും ക്രോധമുള്ളതും നശീകരണമുള്ളതുമായിട്ടുള്ള എനർജി ഒരാളയക്കുകയാണെങ്കിൽ മറ്റാൾക്ക് അതിൻ്റെ അപകടം, മുറിവ് പറ്റുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അപ്പോൾ അത് ഈ മാനിഫെസ്റ്റേഷന് നമുക്കിതൊക്കെ നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ കേട്ട് നമ്മൾ ഉള്ളിൽ സ്റ്റോർ ചെയ്ത് വെച്ചുള്ള പല കാര്യങ്ങളും പല തടസ്സങ്ങളും നമ്മളെ ശപിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ നമുക്കൊരു ഉയർച്ച ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ടുള്ളതുമായിട്ട് ചെറുപ്പം തൊട്ടേ തന്നെ ഇത് അനുഭവിച്ചു വന്ന ഊർജം കുറേയൊക്കെ നമ്മുടെ എനർജി ബോഡി അതുപോലെ തന്നെ എനർജി സെൻറ്റേഴ്സ് റിജക്റ്റ് ചെയ്ത് കളയും അതിനെ. പക്ഷെ മറിച്ച് ചിലതൊക്കെ പോവാതെ തന്നെ നമ്മുടെ ഉള്ളിൽ നമ്മുടെ നാഡികളിൽ കുടുങ്ങിക്കിടക്കുക എനർജിയൊക്കെ. അപ്പോൾ എനർജി ഫ്ലോ നടക്കേണ്ടതാണ്. നമ്മുടെ ഓരോ പരിണാമങ്ങൾക്കും ഓരോ ഡെവലപ്മെൻറ്റും കാരണമുണ്ടാകുന്നത് ആ ഊർജ്ജമണ്ഡലങ്ങളിൽ കൂടെ ശരിയായിട്ടുള്ള ഊർജത്തിൻ്റെ ഒഴുക്ക് സ്വാധീനിക്കപ്പെടുമ്പോൾ തന്നെയാണ്. പല സ്ഥലങ്ങളിൽ അത് ബ്ലോക്കായിട്ട് കിടക്കുകയും ചിലപ്പോൾ അത് രോഗങ്ങളായിട്ട് മാറും, ചിലപ്പോൾ അതൊരു ഒബ്സ്റ്റാക്കിൾ ഓഫ് മൗണ്ടനായിട്ട് നമ്മുടെ ജീവിതത്തിൽ കിടക്കും. അപ്പോൾ നമുക്കൊരു പുരോഗതി ഇല്ലാണ്ട് വരും. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത് മേജിക് സയൻസ് ഓഫ് മാനിഫെസ്റ്റേഷനാണ്. അപ്പോൾ മേജിക് സയൻസ് ആ മാനിഫെസ്റ്റ് ചെയ്യപ്പെടേണ്ടതിന് ഈ ഒബ്സ്റ്റാക്കിൾസൊക്കെ നമുക്ക് റിമൂവ് ചെയ്യേണ്ടതുണ്ട്. അതിന് നമുക്ക് ഒരു ഹീലറെ സമീപിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച ആളുകളാണെങ്കിൽ, ഹീലിംഗ് ഒക്കെ പഠിച്ച ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അതിനെടുത്ത് കളയാം. അതല്ലെങ്കിൽ ഒരു സൈക്കോ തെറാപ്പിസ്റ്റായിട്ടുള്ള ഹീലറെ സമീപിച്ച് അദ്ദേഹത്തിനോട് നമ്മുടെ ഉള്ളിൽ കയറി കിടക്കുന്ന ചീത്ത ഊർജ്ജങ്ങളൊക്കെ, മലിനമായ ഊർജ്ജങ്ങൾ എടുത്ത് കളയാനായിട്ട് അപേക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ നമുക്കൊരു കുറേ കൂടി പഠിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ കയറി കിടക്കുന്ന ദൃഷ്ടിപതിയ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഈ തോട്ട് ഫോംസ് നമ്മുടെ ഉള്ളിൽ നമ്മുടെ എനർജി സെൻറ്റേഴ്സിൽ വന്ന് ലോക്കായിട്ട് കോഡുകളായിട്ട് കിടക്കും. എനർജി കോഡ്സ്, വെരി ഡിഫിക്കൽട്ട് തിങ്. അതായത് നമ്മുടെ എല്ലാ കാര്യങ്ങളെയും എടുത്ത് തടസ്സപ്പെടുത്തുന്നത്. അതിനൊക്കെ നമുക്ക് വലിച്ച് പറിച്ചെടുത്ത് ചെടി പറിക്കണ പോലെ നമുക്ക് പറിച്ചെടുക്കാനായിട്ട് സാധിക്കും പരിശീലനമുള്ള ഒരു ഹീലർക്ക്. അപ്പം നമുക്കത് എടുത്തു കളഞ്ഞ് ആ ഒബ്സ്റ്റാക്കിൾസ് തീർക്കാതെ നമുക്കിപ്പോൾ ഒരു മാനിഫെസ്റ്റേഷൻ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ മാനിഫെസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ തടസ്സങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒഴിവാവേണ്ടതുണ്ട്. നിങ്ങൾ പഠിച്ച ആളുകളാണെങ്കിൽ, നിങ്ങൾ ഈ എനർജി ഹീലിംഗ് പഠിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ ഇതിനൊക്കെ എടുത്ത് കളഞ്ഞുകൊണ്ടേയിരിക്കണം റെഗുലറായിട്ട്. ഒരു ദിവസം കൊണ്ടൊന്നും നമുക്ക് ചീത്തകൾ മുഴുവൻ കളയാനായിട്ട് സാധിക്കില്ല.
അത് ഒണിയൻ പോലെയാണ്, ഉള്ളി പോലെയാണ്. ഉള്ളിയുടെ ഓരോ ലെയർ കഴിയുമ്പോൾ അവസാനം ഒന്നുമില്ലാത്ത പോലെ ഓരോ ലെയറുകളായിട്ട് എടുത്ത് കളഞ്ഞ് അവിടെ നല്ല ഊർജ്ജത്തെ കൊടുത്ത് ശരിയാക്കി എടുക്കേണ്ടതുണ്ട്. എന്നാലാണ് നമ്മുടെ ആസ്പെക്റ്റ് ഒക്കെ വർക്കുള്ളൂ. എനിക്കത് കിട്ടണം, അല്ലെങ്കിൽ എനിക്കത് വാങ്ങണം, ആ ഒരു മാനിഫെസ്റ്റേഷൻ വേണം. എനിക്കൊരു നല്ല പുഴയുടെ മനോഹരമായ തീരത്ത് എനിക്കൊരു ബംഗ്ലാവ് പണിയണം. കാട്ടരുവികളുടെ ശബ്ദവും കാടിൻ്റെ മനോഹാരിതയും കിളികളുടെ ശബ്ദവും കാറ്റിൻ്റെ ഇളം തെന്നലിൻ്റെ ശബ്ദവും ഒക്കെ ആസ്വദിച്ചുകൊണ്ട് ആ മേഘങ്ങളും ആ കാറ്റൊക്കെ എൻ്റെ സ്വന്തം തന്നെയല്ലേ എന്നുള്ള ഒരു ലിബറേഷനിൽ വളരെ സന്തോഷകരമായ ഒരു സ്ഥലത്ത് നമുക്കൊരു ബംഗ്ലാവ്, ഒരു വീട് പണിയണമെന്ന് നമുക്ക് ആഗ്രഹിച്ചാൽ അത് നടക്കണമെങ്കിൽ ഈ ഒബ്സ്റ്റാക്കിൾസ് നമ്മൾ റിമൂവ് ചെയ്യണം. ആ റിമൂവലായി കഴിഞ്ഞാൽ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. പിന്നെ നമ്മുടെ ഇപ്പം നമുക്കത് കിട്ടണം. ഞാൻ അങ്ങനെ ഒരു പുഴയോരത്തൊരു മനോഹരമായ വീട് പണിയും പ്രകൃതി മനോഹരമായ സ്ഥലത്ത് നമ്മൾ ആഗ്രഹിക്കാൻ പറ്റും. നമുക്ക് ആഗ്രഹിച്ചാൽ അത് മാനിഫെസ്റ്റ് ചെയ്യപ്പെടണ്ടേ, അതിനൊരു ആസ്പെക്റ്റ് ഉണ്ടാവണ്ടേ, എനിക്കത് ചെയ്യണം. ആ ഡിസയർ ഉണ്ടാവും, നമുക്ക് ഡിസയറൊക്കെ ഉണ്ടാവും. പക്ഷെ അത് വിൽഫുള്ളി ആക്ഷനിലേക്ക് ഡൈനാമിക്കായിട്ട് നമുക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഭ്രൂമധ്യ കേന്ദ്രമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട സ്ഥലം. ആജ്ഞയാണ് അവിടെ നമുക്ക് വേണ്ട വിൽ പവർ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ അഴുക്കുണ്ടെങ്കിൽ കളയണം. അപ്പോൾ ഈ അല്ലാതെ കയറി കിടക്കുന്ന നെഗറ്റീവ് കണ്ടാമിനേഷൻസിനെ കളഞ്ഞതിന് ശേഷം ആജ്ഞാചക്രയെ ശക്തിപ്പെടുത്തി നമുക്കൊരു വില്ലോടുകൂടി തീർച്ചയായിട്ടും അത് ഞാൻ അത് എല്ലാവർക്കും തീർച്ചയായിട്ടും ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. പക്ഷേ ഈ വില്ല് വർക്ക് ചെയ്യണ്ടേ, ഈ പ്രകൃതിയിലേക്ക് ആ ശക്തി കടന്നു ചെന്നത് വർക്ക് മാനിഫെസ്റ്റേഷൻ ആവണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ അഴുക്കുകൾ നമ്മുടെ ഉള്ളിൽ കിടക്കുമ്പോൾ അതിന് ഒരു സ്ട്രെങ്ത്തോടു കൂടി അത് മാറിപ്പോട്ടെ എന്ന് പറയുമ്പോൾ അത് മാറിപ്പോകാനുള്ള ഒരു ആർജവം, ആ ഒരു ശക്തി നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരില്ല. അപ്പോൾ ഈ നെഗറ്റീവ്സിനൊക്കെ കളഞ്ഞ് ഒബ്സ്റ്റാക്കിൾസ് ഓഫ് മൗണ്ടൻസിനെയൊക്കെ റിമൂവ് ചെയ്ത് നമുക്ക് ഗുരുവിനെ ശരണം പ്രാപിക്കാം. അത് അർഹാത്തിയൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഗുരുവിൽ ശരണം പ്രാപിക്കാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ഗുരുവിൽ ശരണം പ്രാപിക്കുമ്പോൾ ഒരു പരിധിവരെയൊക്കെ നമുക്ക് അതിൽ നിന്നും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. എന്നാലും പലതും നമ്മൾ സ്വയം തന്നെ നമ്മുടെ തടസ്സങ്ങളെ മാറ്റിക്കളയേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആക്റ്റീവ് ആജ്ഞ സെൻറ്റർ ആൻഡ് കോൺസ്റ്റൻ്റ്ലി സ്റ്റഡി ദ മാറ്റർ. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ വിചാരിക്കുകയാണ് നമ്മളൊരു പുഴയോരത്ത് മനോഹരമായൊരു വീട് പണിയണം എന്ന് ആഗ്രഹിക്കുക. അതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്, ഏതാണ് ചെയ്യേണ്ടത്, നമ്മളൊരു പ്ലാനിങ് തുടങ്ങണം. നമ്മളതിനെ കുറിച്ച് വരയ്ക്കണം. നമ്മുടെ സങ്കല്പത്തിലുള്ള ഒരു സ്ഥലം വരച്ച് നോക്കുക. അല്ലെങ്കിൽ ചിത്രങ്ങൾ നമ്മൾ ഫ്രീ ആയിട്ട് ഗൂഗിളിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതൊക്കെ എടുത്തിട്ട് നമ്മൾ നോക്കുക. എന്നിട്ട് അതിൻ്റെ അവിടെ എങ്ങനെയുള്ളൊരു വീട് പണിയണം. ഒട്ടിച്ചൊക്കെ നമുക്ക് ഉണ്ടാകാമല്ലോ. അത് നമ്മൾ ആ ചെയ്യുന്ന കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിങ്ങനെ വെറുതെ കുട്ടികൾ ചിത്രം ഒട്ടിക്കണ പോലെ എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അവരത് വെച്ചൊട്ടിക്കണത് നല്ല തന്നെയാണ്. പക്ഷെ നമുക്ക് നമ്മുടെ ഒരു ആശയത്തെ കട്ട് ചെയ്ത് അത് ഭംഗിയാക്കി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വാട്ട് ഈസ് ഹാപ്പനിങ് ദാറ്റ് ടൈം, അവർ തോട്ട് ഫോം ഈസ് ഗോയിങ് ടു മാനിഫെസ്റ്റ് സംതിങ്. നമ്മുടെ ഇഷ്ടത്തിന് മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോഗ്രാം ചെയ്യണം. നമ്മളിത് ചെയ്യുന്ന സമയത്ത് ഈ പ്രകൃതിയിൽ നമ്മളത് വരച്ച് വയ്ക്കണം, രജിസ്ട്രേഷൻ നടത്തുകയാണ്. അത് ഇന്നർ വേൾഡിലേക്ക് ക്ലബ്ബ് ഒരു ഡിവൈൻ ലോ പ്രകാരം അതിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് അത് സഹായമാകുന്നു. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിനെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണം, എന്തൊക്കെ മേഖലകളിൽ കൂടെ അത് കടന്നു പോകണം, എങ്ങനെ നമുക്കൊരു അധികം വിലയില്ലാതൊരു സ്ഥലം കിട്ടണം, ആ സ്ഥലം കിട്ടുന്നത് നല്ല മനോഹരം, അതിന് പോയി അന്വേഷിക്കണം. അല്ല അതൊക്കെ നമ്മുടെ അടുത്തേക്ക് ആരും കൊണ്ടുവരില്ലല്ലോ. അപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റേതായ ഒരു ഗ്രൗണ്ട് വർക്കും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് സാധ്യമല്ല എന്ന് തോന്നുന്ന പലതും നമുക്ക് സാധ്യമാക്കാനായിട്ട് ഈ മാജിക് സയൻസ് ഓഫ് മാനിഫെസ്റ്റേഷൻ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ കോൺസ്റ്റൻ്റ്ലി അതിനു വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക, അതിനെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക, അത് അന്വേഷിച്ചു കൊണ്ടിരിക്കുക. ആദ്യം ചെറുതായി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് തയ്യാറാക്കുക. എന്നിട്ടത് ഗ്രാജുവലി ഇന്ന സമയത്ത് ആദ്യം കുറച്ച് സ്ഥലം വാങ്ങിക്കാനായിട്ട്. ഞാനൊരു മനോഹരമായ സ്ഥലത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് സ്ഥലം എന്ന് പറഞ്ഞത് പിന്നെയും പറയണത് കേട്ടോ. ഓരോരുത്തരുടെ ആവശ്യങ്ങൾ ആഗ്രഹങ്ങളനുസരിച്ചാണ്. അപ്പോൾ ആ സ്ഥലം വാങ്ങി ചെറിയൊരു സ്ഥലം വാങ്ങുക. ഞാനൊരു ഉദാഹരണം പറയാം. നമുക്ക് ഈ കോൾപ്പാടങ്ങളുടെ സൈഡിലോ
അല്ലെങ്കിൽ ഒരു പുഴയുടെ സൈഡിലോ അപ്പുറത്ത് കാടൊക്കെയുള്ള കുറച്ചും വണ്ടിയൊക്കെ പോകുന്ന ഒരു സ്ഥലത്ത് നമുക്ക് കുറേ സ്ഥലം വേണമെന്നില്ല. കുറേ സ്ഥലം നല്ലത് തന്നെ, വാങ്ങാൻ അതിനുള്ള സംഗതികളൊക്കെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ലത് തന്നെ. പക്ഷെ മറിച്ച് നമുക്കൊരു പുഴയുടെ തീരത്തോ ഒരു കാടിൻ്റെ മനോഹാരിതയും മേഘങ്ങളും കാറ്റൊക്കെ നമുക്ക് വീട്ടിൽ കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്താണെങ്കിൽ അതൊക്കെ നമ്മുടെ സ്വന്തമല്ലേ? ഈ ആകാശമൊക്കെ നമ്മുടെ സ്വന്തമല്ലേ? ഈ കിളികളും കാറ്റൊക്കെ നമ്മുടെ സ്വന്തമല്ലേ? ഇതിനൊക്കെ നമുക്ക് ആ ഒരു ചെറിയ സ്ഥലത്ത് ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് ഇതിനൊക്കെ നമ്മുടെ സ്വന്തമാക്കാം. അതിലൊഴുകി പോകുന്ന കാട്ടാറ് നമ്മുടെ സ്വന്തമല്ലേ? അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന അണ്ണാറക്കണ്ണന്മാർ നമ്മുടെ സ്വന്തമല്ലേ? അവിടെ പറന്ന് കളിക്കുന്ന കിളികൾ, പരുന്ത് എല്ലാം നമ്മുടെ സ്വന്തം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഒരു ചെറിയ സ്ഥലത്ത് തന്നെ ആദ്യം ചെറുതായിട്ട് തുടങ്ങി പിന്നീട് നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ താല്പര്യം കൂടുതൽ കൂടുതൽ മാഗ്നറ്റായിട്ട് നമ്മൾ മാറി വരികയും നമ്മളുടെ അഴുക്കുകളൊക്കെ കളയുകയും നമുക്ക് കൂടുതൽ ഇച്ഛാബോധത്തോടു കൂടി വിൽ ആസ്പെക്റ്റോടു കൂടി കാര്യങ്ങൾ വിചാരിക്കാൻ സാധിക്കുകയും തുടങ്ങുമ്പോൾ നമുക്കതിനെ എക്സ്പാൻഡ് ചെയ്തിട്ട് വരാം. ക്രിയേഷൻ ഈസ് ഡൺ ബൈ വിൽ. ആ വിൽ ആസ്പെക്റ്റ് തമ്മിൽ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എത്രമാത്രം നമ്മൾ എക്സ്പാൻസീവായിട്ട് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നുണ്ടോ, എത്രമാത്രം ആഗ്രഹിക്കാൻ സാധിക്കുന്നു. ഈ ആഗ്രഹമൊക്കെ വെറുതെ ആയിട്ട് പോവില്ല. അതിനുവേണ്ടി നമ്മൾ ചില പ്ലാനുകളൊക്കെ തയ്യാറാക്കുമ്പോൾ ഇത് പ്രകൃതി തന്നെ അത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ അതിനു വേണ്ടി വരയ്ക്കുകയോ ചെയ്യുകയോ എഴുതുകയോ പ്രൊജക്റ്റ് തയ്യാറാക്കുകയോ ഇനി വെറുതെ ആലോചിച്ചു കൊണ്ടിരിക്കുകയോ ചെയ്യുമ്പോൾ അത് ഈ പ്രകൃതി മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. ഈ യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ് ഇത് മനസ്സിലാക്കി അതിലേക്ക് നമ്മൾ ശ്രമിക്കുകയും കൂടെ ചെയ്യുമ്പോൾ അതിലേക്ക് നമ്മളെ കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നു. അതാണ് ദ മാജിക് സയൻസ് ഓഫ് മാനിഫെസ്റ്റേഷൻ എന്ന് ഞാൻ പറഞ്ഞത്. ക്രിയേഷൻ ഈസ് ഡൺ ബൈ അവർ വിൽ. അത് മാത്രമല്ല, ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ ഇന്നർ വേൾഡ്. നമ്മൾ സത്യസന്ധമായിട്ടും നന്മയോടുകൂടി പ്യൂരിഫൈഡായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. നമ്മുടെ ഒബ്സ്റ്റാക്കിൾസൊക്കെ നീങ്ങുക, പരസ്പരം ബഹുമാനിക്കുക, മറ്റുള്ളവർക്ക് നല്ലത് വരണമെന്ന് ആഗ്രഹിക്കാൻ നമുക്ക് പറ്റുക, കഷ്ടപ്പെടുന്നവരും ദുരിതം അനുഭവിക്കുന്നവർക്കും സഹായിക്കാനായിട്ടുള്ള മനസ്സുണ്ടാവുക. അതുപോലെ തന്നെ ദൈവികമായ ചിന്തകൾ, ഈശ്വരീയമായ ചിന്തകൾ. എനിക്ക് ഇവിടെ എപ്പോഴും ഞാൻ പറയണത് ചില ആളുകൾ ഈശ്വരൻ എന്ന് പറയുമ്പോൾ അത്ര അവരത് പല അവരുടെ ആശയങ്ങൾ ആയിട്ട് പൊരുത്തപ്പെടേണ്ടി വരും. ഞാൻ പറയുന്നത് ഈശ്വരൻ എന്ന് പറയുന്നത് ഈ യൂണിവേഴ്സിനെ തന്നെ സങ്കല്പിച്ചാൽ മതി. നമ്മൾ വളരെ സ്നേഹത്തോടു കൂടി നമ്മൾ ഈ ഭൂമിയിലെ ചെറിയ കടുക് മണികളേറ്റവും ചെറിയ ഇതാണ് നമ്മുടെ ഭൂമി പ്രപഞ്ചത്തിൽ. അപ്പോൾ അതിൽ ജീവിക്കുന്ന നമ്മൾ ഒരു ചെറിയ ആറ്റത്തിൻ്റെ അത്ര പോലും വലിപ്പമില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെയൊക്കെ വലിപ്പം എത്രയാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഈ പ്രകൃതി തത്വങ്ങളെ ഹിഡൻ ലോസ് ഓഫ് നേച്ചർ, അതായത് ഡിവൈൻ ലോ, ഈ പ്രകൃതിയുടെ ഉത്ഭവവും പ്രകൃതിയുടെ അല്ലെങ്കിൽ ഈ പ്രപഞ്ചം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ശാസ്ത്രവും ഒക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ മാജിക് സയൻസ് ഓഫ് മാനിഫെസ്റ്റേഷനിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. അതുപോലെ ആന്തരിക ലോകത്ത് ഇതിന് പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മളുടെ തീവ്രമായ ഇച്ഛാശക്തി, നമ്മുടെ ആഗ്രഹം, അത് പൂവണിയിക്കാനുള്ള അവബോധം, അങ്ങനെ ആ സങ്കല്പം, ഇഷ്ടം, സ്നേഹം, വിശ്വാസത്തോടു കൂടിയുള്ള സമീപനം, ദൈവികമായ ചിന്തകൾ, ഗുരുക്കന്മാരോടുള്ള റെവറൻസ്, ഇതൊക്കെ നമ്മുടെ ജീവിതത്തെ ഏറ്റവും മികച്ചതാക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ മാജിക് സയൻസ് ഓഫ് മാനിഫെസ്റ്റേഷനെ കുറിച്ച് ഞാൻ ഇത്രയൊക്കെ പറയുന്നുള്ളൂ. ഇത് കുറച്ച് കൂടുതലായിട്ട് എക്സ്പാൻഡ് ചെയ്ത് പറയേണ്ടതുണ്ട്. പക്ഷെ നമുക്ക് സമയം പരിമിതി ഉള്ളതുകൊണ്ട് നിങ്ങൾ യോഗ പ്രാണവിദ്യയുടെ കോഴ്സുകളൊക്കെ പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കണം. എവിടെയായാലും നിങ്ങൾ ഏത് രാജ്യത്തായാലും ഏത് നാട്ടിലായാലും കുഴപ്പമില്ല. പക്ഷെ നല്ല സീനിയറായിട്ടുള്ള ട്രെയിനറെ കണ്ടെത്തി വളരെ ഡീപ്പായിട്ട് പറഞ്ഞു തരുന്ന സബ്ജക്റ്റ് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യുന്ന ബുക്ക് നോക്കി എക്സ്പ്ലെയിൻ ചെയ്യുന്ന തരത്തിൽ അവരത് കുറച്ചും കൂടി ഇന്നർ സയൻസസ്, അതായത് ഇൻഫ്ലുവൻസ് ഓഫ് ദ ഡിവൈൻ വേൾഡ്, ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു ട്രെയിനറിൽ നിന്ന് നിങ്ങൾ പഠിക്കുക. അങ്ങനെ ഒരുപാട് ട്രെയിനർമാർ ഇന്ത്യയിലും വിദേശത്തായിട്ടൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങളവരെ ആശയത്തോടു കൂടി കണ്ടെത്തുക, ബുദ്ധിപൂർവ്വം തിരഞ്ഞെടുക്കുക. എൻ്റെ ഗുരുവിൻ്റെ പാദങ്ങളിലും എൻ്റെ ഗുരുമാതാവിൻ്റെ പത്നിയുടെ പാദങ്ങളിലും അവരുടെ
താമര പോലുള്ള കാലുകളിൽ ഞാൻ എൻ്റെ ശിരസ് നമിച്ചുകൊണ്ട് നന്ദി പറയുന്നു നിങ്ങളോട്. നമസ്തേ. താങ്ക് യു.